നീലക്കുയിൽ ടീമൊക്കെ ഉണ്ടല്ലോ, ഇവന്മാർ നമ്മളെവിടെ പോലും ഭയങ്കര സ്നേഹമുള്ള പിള്ളേർ. ഇവന്മാർ മീഡിയക്കാർ, ഓൺലൈൻ മീഡിയസ് എല്ലാം വരെ കമ്പനി. അപ്പോൾ ഇവന്മാർ നമ്മളിടത്തേക്ക് പോകുമ്പോൾ ചില ക്യാപ്ഷനൊക്കെ ഇടും. വണ്ടിയിൽ നിന്ന് സ്വയം ഡോറ് ഇറങ്ങി വരുന്ന ചേട്ടനെ കണ്ടത്. അപ്പം ഞാൻ നോക്കുമ്പോൾ താഴെ ഫുൾ തെറി. ഇവൻ അവരെ കാലോ ചെന്നു, എനിക്കാ തെറി. ഞാൻ ചോദിക്കണം, നിനക്കൊക്കെ എന്തിന്റെ ആവശ്യമാണ്, ഞാൻ എന്ത് ചെയ്തിട്ടാണോ? ഞാനിങ്ങനെ ഇടയിലൊക്കെ ചില വിമരം കാണുമ്പോൾ ഞാൻ തൊഴുത് കാണിക്കും, ജീവിച്ചു നോക്കോട്ടെ, ഞാൻ പുറകെ കൂടെ ഒക്കെ പോകും. നമ്മൾ അത് പിടിക്കാതെ വേറൊരു സൈഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരുള്ളതുകൊണ്ടാണ് നമ്മൾ ലൈവായത്. അതാണ് ഇതിൻ്റെ ഇപ്പം എൻ്റെ എല്ലാ പടങ്ങളും ഞാൻ പറയും, ഓൺലൈൻ മീഡിയാസും ഈ പറയുന്ന ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ലൈവാവുന്നത്. ഇപ്പം ഞാൻ തിയേറ്റർ വിസിറ്റ് പോകുമ്പോൾ ഇവരൊക്കെ കൂടെ വരും. ഇപ്പം രാത്രിയിലൊക്കെ ലാസ്റ്റ് ഷോയ്ക്ക് കൂടെ വരും. അപ്പം നമുക്ക് സങ്കടം തോന്നി. ഇവന്മാർ ഒരു കണ്ടന്റിന് വേണ്ടി ആണെങ്കിൽ പോലും നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് ഓടി വരിക. ചെറിയ പൈസയല്ലേ കിട്ടുന്നതല്ല, ഇതിന് കോടികളൊന്നും വരുമാനം ഇല്ലല്ലോ. ഇതൊക്കെ ഇത് പിന്നെ യൂട്യൂബ് ഇട്ടിട്ട് ഇതിൻ്റെ വ്യൂസ് കൂടിയാലാണ് പൈസ കിട്ടുന്നത്. അപ്പം ചില സ്ഥലത്തേക്ക് ഇവരെ ഭയങ്കര മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് ഇവിടെ സങ്കടം തോന്നുന്നത്. ഇതൊക്കെ എന്തിനാണ് നീയൊക്കെ കേൾക്കുന്നത്? പിന്നെ വിചാരിക്കും ചില സമയത്തൊക്കെ ഇവന്മാർ കേൾക്കണം, ചില സമയത്തൊക്കെ തോന്നാറുണ്ട് ഇവരൊക്കെ ഇതിയൊക്കെ എന്താണ് കാണിക്കുന്നത്.